എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരുന്ന +2 ലെവൽ പ്രിലിമിനറിയുടെ മൂന്നാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അതായത് +2 ലെവൽ പ്രിലിമിനറിയുടെ കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും ഒരുപോലെ ആവർത്തിച്ച് ചോദിച്ച 10 ടോപ്പിക്സ് ഉണ്ട്. ആ 10 ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ആ ചോദ്യങ്ങൾ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് PDF ആയിട്ട്. അപ്പോൾ 10 ടോപ്പിക്സ് ആണ് കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും ഒരുപോലെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 10 ടോപ്പിക്സ് ഇനിയുള്ള മൂന്നാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും പഠിക്കേണ്ട 10 ടോപ്പിക്സ് ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മൾ +2 ലെവൽ പ്രിലിമിനറി ആദ്യഘട്ട പരീക്ഷയുടെയും രണ്ടാം ഘട്ട പരീക്ഷയുടെയും ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. +2 പ്രിലിംസ് 2022 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആവശ്യമുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ ആണല്ലോ. കൂടാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെയും PDF നോട്ട്സൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് താഴെ കമൻ്റ് ആയിട്ട് കൂടെ ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ +2 ലെവൽ പ്രിലിമിനറിയുടെ കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും ഒരുപോലെ ആവർത്തിച്ച് ചോദിച്ച ഒന്നാമത്തെ ടോപ്പിക്കാണ് ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ലിസ്റ്റ് അത് രണ്ടും ആദ്യഘട്ട പരീക്ഷയ്ക്കും രണ്ടാം ഘട്ട പരീക്ഷയ്ക്കും ഒരുപോലെ കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ചാണ് ചോദ്യം വന്നത്. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്ക് നിങ്ങൾ എഴുതി വെച്ചേക്കാം, കൺകറന്റ് ലിസ്റ്റ്. അതായത് ലിസ്റ്റ് എന്ന് പൊതുവായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ലിസ്റ്റിനെ പറ്റി 3 ലിസ്റ്റാണുള്ളത്. അത് 3ഉം കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയായിട്ട് പഠിച്ചേക്കാം. അപ്പോൾ നമ്മൾ ആദ്യഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം പറയാം. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ ഏവ? വിദ്യാഭ്യാസം, വനം, ജയിൽ, ബാങ്കിങ് എന്ന് പറഞ്ഞു തന്നിട്ട് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചത് ഒന്നാം ഘട്ടത്തിൽ. രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചത് എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ എന്ത് സംഭവിക്കും? കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാകും എന്നുള്ളതായിരുന്നു ആൻസർ അല്ലേ. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ചാണ് 2 ഘട്ടത്തിലും ചോദിച്ചിരിക്കുന്നത്. ആ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചല്ലോ. ഇനി അടുത്ത ടോപ്പിക്കാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിൽ അല്ലെ 10th സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കഴിഞ്ഞ 2 ഘട്ടത്തിലും ഒരുപോലെ ചോദ്യങ്ങൾ വന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ ചോദിച്ചത് കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലേ. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഒരു ചോദ്യം വന്നു ആദ്യഘട്ടത്തിൽ. രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നത് പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ വിന്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100-ലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ പേരെന്താണ്? ബ്ലഡി സൺഡേ. ഇതെന്താണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഏതൊക്കെയാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമുണ്ട്, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഇത്രയും വിപ്ലവങ്ങളാണ് ആകെ നമുക്ക് പഠിക്കാനുള്ളത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് എന്തായാലും നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ ടോപ്പിക്ക്, വിപ്ലവങ്ങൾ. കിട്ടിയോ? ഇനി അടുത്ത ടോപ്പിക്കാണ് RBI, റിസർവ് ബാങ്കിനെ കുറിച്ച്. നമുക്ക് 2 ഘട്ടത്തിലും ഒരു ചോദ്യമൊന്നല്ല, ഒരുപാട് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യഘട്ടത്തിൽ ചോദിച്ചതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ, RBIയുടെ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഒന്നാമത് ചോദിച്ചത്. ഇതിൻ്റെ എല്ലാം ഞാൻ ആൻസർ ഒന്നും ഇപ്പോൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, നമ്മൾ ടോപ്പിക്ക് മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ RBIയുടെ മോണിറ്ററി പോളിസിയുടെയാണ് ആദ്യത്തെ ചോദ്യം വന്നത്. രണ്ടാമത്തെ ചോദ്യം വന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ചോദിച്ചതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എത്രയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പോൾ അവിടെ RBIനെ കുറിച്ച് നമുക്ക് 2 ചോദ്യം കിട്ടി. പിന്നെ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ചോദിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ്. എവിടെയാണ്? മുംബൈയിലാണ് അല്ലേ. അപ്പോൾ 2 ഘട്ടത്തിലും നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ RBI എന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതാണ് മൂന്നാമത്തെ ടോപ്പിക്ക്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ. ഡ്രഗ്സ് ബയോളജിയിൽ വരുന്ന ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഈ 2 ചോദ്യവും ചോദിച്ചിട്ടുള്ളത്
+1 ബയോളജിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. +1 ബയോളജി ടെക്സ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതും ഒരേ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ആ ചോദ്യവും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ ഏതാണ് എന്നുള്ള കാര്യം നമ്മൾ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്തതിൽ ആ ചാപ്റ്ററിൻ്റെ ഭാഗം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് ക്ലാസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ 2 ചോദ്യവും ചോദിച്ചിട്ടുള്ളത്. ഒരേ ചാപ്റ്ററിൽ അടുത്തടുത്തിട്ടുള്ള പാരഗ്രാഫിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യഘട്ടത്തിൽ ചോദിച്ചത് ആസ്പിരിൻ ഏതിനം ഔഷധ വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ്. ഏതാണ്? അനാൽജസിക്കുകളാണ്. അടുത്തത് ക്ഷതം. രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചത് ക്ഷതം, മുറിവ്, അൾസർ, തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ആൻറ്റിസെപ്റ്റിക് ആണ്. ഓക്കെ, അപ്പോൾ അനാൾജസിക്കുകൾ ചോദിച്ചു, ആൻറ്റിസെപ്റ്റിക് ചോദിച്ചു. അപ്പോൾ മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഘട്ടത്തിലും ചോദിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ 4ാമത്തെ ടോപ്പിക്ക്. നോട്ട് ചെയ്ത് വെച്ചല്ലോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ജോലിയാണ് അല്ലേ? അപ്പോൾ ഗവൺമെന്റ് ജോലി നേടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എവിടെ നിന്നൊക്കെ അറിവുകൾ നേടാൻ പറ്റും ആ രീതിയിലെല്ലാം നമ്മൾ അറിവുകൾ നേടുന്നുണ്ട് അല്ലേ? യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട്, പത്രങ്ങൾ വായിച്ചിട്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ട്. അപ്പോൾ ഓരോ അറിവും നമുക്ക് എന്താണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും എന്ന് തോന്നിയ ഒരു ആപ്പ് ഞാൻ കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത്. ആപ്പിന്റെ പേര് കഥ ഇൻഫോ ആപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സൗജന്യമാണ്. തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആപ്പിന്റെ പ്രത്യേകത PSC ഉദ്യോഗാർത്ഥികൾക്ക് കറക്റ്റ് സമയത്ത് ജോലി അവസരങ്ങൾ എപ്പോഴൊക്കെയാണ് ഉണ്ടാവുന്നത്, ജോലി അവസരങ്ങൾ കൃത്യമായ സമയത്ത് അറിയുവാനും അപ്ലൈ ചെയ്യാനും പറ്റുന്ന ഒരു ആപ്പാണ്. പിന്നെ PSC ഉദ്യോഗാർത്ഥികളുടെ മെയിൻ പ്രശ്നമാണ് കറണ്ട് അഫയേഴ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അന്നന്ന് നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ചുരുക്കത്തിൽ എളുപ്പത്തിൽ കേൾക്കുവാനും വായിക്കുവാനും സഹായിക്കുന്ന ഒരു ആപ്പാണ് കഥ ഇൻഫോ ആപ്പ് എന്ന് പറയുന്നത്. വായിക്കുവാനും കേൾക്കുവാനും മാത്രമല്ല, ഓരോ ദിവസത്തെയും വാർത്തകൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് ക്വിസിന്റെ രൂപത്തിൽ അറ്റൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ ഓർമ്മയിലുണ്ട് എന്നുള്ളത് നമുക്ക് സ്വയം വിലയിരുത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ ഒരു ക്വിസ് എന്ന് പറയുന്നത്. അതെനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് PSC കോർണറിലൂടെ PSCയുടെ പുതിയ അറിവുകളെല്ലാം അറിയാനായിട്ട് പറ്റും. PSC ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചു നേരം റിലാക്സ് ചെയ്തിരിക്കണം, ഒരു കഥയൊക്കെ കേൾക്കാൻ മൂടുള്ളവരാണെന്നുണ്ടെങ്കിൽ, കഥ കേൾക്കാൻ താല്പര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ കഥ കേൾക്കാനും, യാത്രാ വിവരണങ്ങൾ വായിക്കാനും, അതുപോലെ തന്നെ ഹെൽത്ത് ടിപ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ ഒരൊറ്റ കുടക്കീഴിൽ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ആപ്പാണ്. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഒന്നുകൂടെ പറയട്ടെ, തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, കയറിയിട്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ ഇതിനെക്കുറിച്ച് ടെലഗ്രാമിൽ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തത് 5ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ നമുക്ക് ചോദിച്ചത് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ് എന്ന് ചോദിച്ചു. FPTP സമ്പ്രദായം. ഇത് +1 പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റിൽ വരുന്നതാണ്. തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്, സുകുമാർ സെൻ. ആ 2 ചോദ്യങ്ങളാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇനി 2ാം ഘട്ട പരീക്ഷയ്ക്കും ചോദിച്ചു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് എന്താണ്? വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് പ്രചരണ പരിപാടികൾ അവതരിപ്പിക്കണം എന്ന് ചോദിച്ചു. ഓക്കെ, വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്, അപ്പം അതും എന്താണ്? തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് 5ാമത്തെ ടോപ്പിക്ക്. ഇനി 6ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിവരാവകാശമാണ്. ആദ്യഘട്ടത്തിൽ ചോദിച്ചു 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? MKSS. അതൊരു ചോദ്യം വന്നു ആദ്യഘട്ട പരീക്ഷയ്ക്ക്. 2ാം ഘട്ട പരീക്ഷയ്ക്ക് വന്നതാണ്
വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്രയാണ്? 250 രൂപ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വിവരാവകാശത്തെക്കുറിച്ച് ആദ്യഘട്ടത്തിലും ചോദ്യം വന്നിട്ടുണ്ട്, രണ്ടാം ഘട്ടത്തിലും ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 6ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിവരാവകാശമാണ്. രണ്ടിലും ഒരുപോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ബജറ്റ്, ചെലവ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ പൊതു ചെലവ്, പൊതു കടം, ബജറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നോക്കുക, ആദ്യഘട്ടത്തിൽ ചോദിച്ചത് താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ടത്, അതായത് ഫിസ്ക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ പണപ്പെരുപ്പമുള്ളപ്പോൾ എങ്ങനെയാണ് ചെലവുകൾ കൂട്ടുന്നു, കുറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യഘട്ടത്തിൽ ചോദിച്ച ഒരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ശരിയായ ജോഡി കണ്ടെത്തുക എന്ന് ചോദിച്ചിട്ട് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നിയമം, ആനുപാതിക നികുതി, മൊത്തം ധനക്കമ്മി, മൊത്തം ചെലവ് മൈനസ് അങ്ങനെ തന്നിട്ട് നമുക്കതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെന്റിന്റെ നയങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ആദ്യത്തെ ഘട്ടത്തിൽ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാം ഘട്ടത്തിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന അറിയപ്പെടുന്നത് എന്താണ് എന്നുള്ളത്. ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന അറിയപ്പെടുന്നത് എന്താണ്? ബജറ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റിന്റെ ബജറ്റ്, ചെലവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അത് അടുത്ത ടോപ്പിക് 7ാമത്തെ കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് ഗവൺമെന്റ് ബജറ്റിനെ കുറിച്ചിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട് +1. ആ ഒരു ഭാഗത്ത് നിന്നാണ് ഈ ചോദ്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് ഉടനെ തന്നെ ക്ലാസ് എടുത്ത് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കുക, ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് 8ാമത്തെ ടോപ്പിക് പൊതുഭരണമാണ്. ഓക്കെ, സിവിക്സിന്റെ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളാണ്. അതും നമുക്ക് 10th സ്റ്റാൻഡേർഡിൽ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ 3ാമത്തെ ചാപ്റ്റർ ഉണ്ട്, പൊതുഭരണം എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ 2 ചോദ്യം വന്നിട്ടുള്ളത്. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ് എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തേത്, ഉദ്യോഗസ്ഥ വൃന്ദം എന്നുള്ളത്. ദെൻ രണ്ടാമത്തെ ചോദ്യം വന്നത് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ്. അപ്പം ഇത് രണ്ടും SCERTയിൽ പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുഭരണം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, സിവിക്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ടോപ്പിക്, അപ്പോൾ നമുക്കിപ്പോൾ 8 ടോപ്പിക്കായി. അടുത്തത് 9ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലങ്കിതാളം എന്ന കൃതിയുമായി ബന്ധപ്പെട്ടപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ചോദിച്ചു. രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അപ്പോൾ നമുക്ക് സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിട്ട് അത് എടുക്കാം. ഓക്കെ, 9ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? സാഹിത്യ പുരസ്കാരമാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ പുരസ്കാരങ്ങൾ നോക്കി വയ്ക്കുക. അതാണ് 9ാമത്തെ ടോപ്പിക്ക്. അടുത്തത് 10ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോവിഡ് ആണ്. കോവിഡിനെ കുറിച്ച് 2 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ ആദ്യമായി COVID-19 വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ച ജില്ല ഏതാണ് എന്നുള്ളത് എറണാകുളം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന 2 പട്ടികയിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് വാക്സിൻ, കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടതും അത് നിർമ്മിച്ചത് ആരാണ് എന്നുള്ളതുമാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ COVID-19 എന്ന് പറയുന്ന ടോപ്പിക്കാണ് 10ാമതായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ 10 ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ +2 ലെവൽ പ്രിലിമിനറി 3ാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ 10 ടോപ്പിക്സും ഒഴിവാക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിൽ ഈ ഭാഗത്ത് നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ 2 ഘട്ടത്തിലും ഒരുപോലെ ആവർത്തിച്ച ടോപ്പിക്കാണ്. ഞാൻ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ PDF സഹിതമാണ് നിങ്ങൾക്ക് കാണിച്ചതെന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ടോപ്പിക്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കുക. അപ്പോൾ ഈ ഏതൊക്കെ ടോപ്പിക്സ് ആണ്, ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ PDF ടെലഗ്രാമിൽ ഇടണം എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ടെലഗ്രാമിൽ ഇട്ട് തരുന്നതാണ്. അപ്പോൾ ടെലഗ്രാമിൽ ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ PDF-നായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 10 ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലാസ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ, ഓക്കെ, അടുത്ത എക്സാമിന് മുന്നേ 10 ടോപ്പിക്കും വെച്ചിട്ടുള്ള ക്ലാസ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പേർക്ക് ക്ലാസ് ആവശ്യമുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. 10 ടോപ്പിക്കും ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾ റിസ്ക് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.